നമസ്കാരം. അമേരിക്കയിൽ ട്രംപ് എന്ന പോലെ വട്ടായിപ്പോയ ഒരു ഭരണാധികാരി ഇന്ത്യയിലുമുണ്ട്. അത് മറ്റാരുമല്ല, സുവർണ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജിയാണ്. ഒരുതരം ഹിസ്ട്രിയോണിക്സിൻ്റെ അഭിനയപരതയുടെ, ഭ്രാന്തമായ അഭിനയപരതയുടെ പിൻബലത്തിൽ വളരെ ഹിസ്റ്റീറിക്കായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് അവരെപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ അങ്ങനെ തന്നെ ആയിരുന്നു. കോൺഗ്രസ്സിലായിരുന്നപ്പോഴും ഒരു കൊടുങ്കാറ്റ് അടിക്കുന്നത് പോലെയാണ് അവർ ഇറങ്ങിപ്പോകുന്നതും തിരിച്ചു വരുന്നതും എല്ലാം തന്നെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അമേരിക്കൻ ബുദ്ധിജീവിയുടെ ഭാഷ്യത്തിൽ ഷീ ഹാസ് ലോസ്റ്റ് ഹെർ സ്റ്റെബിലിറ്റി എന്നുള്ളതാണ്. നട്ടും ബോൾട്ടും ഒക്കെ പോയി എന്നാണ് അർത്ഥം. ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ ബഹുമാന്യമായിട്ടുള്ള ഒരു ഭരണഘടനാ പദവിയാണത്. ഇരിക്കേണ്ടിടത്താണ് ഇരിക്കേണ്ടത്. അല്ലാതെ കൊച്ചുകുട്ടികളെ പോലെ വയലൻ്റായിട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറിന് നേരെ ആക്രോശിച്ചുകൊണ്ട് പോകേണ്ട പഴയ KSU വിദ്യാർത്ഥിയല്ല, അല്ലെങ്കിൽ NSUI വിദ്യാർത്ഥിയല്ല മമതാ ബാനർജി. തൻ്റെ സ്ഥാനത്തിൻ്റെ വലിപ്പം ഓർക്കണം, അതിൻ്റെ പക്വത കാത്തു സൂക്ഷിക്കണം. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുമ്പോൾ തൻ്റെ കള്ളങ്ങൾ പൊളിയുമെന്നായപ്പോൾ നടത്തിയ ഒരു ആക്രാന്തമാണ്, ഒരു പരാക്രമമാണ്. അത് മറ്റൊന്നുമല്ല, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൽക്കട്ടയിലെ അവരുടെ പോലും ഓഫീസല്ല, പ്രശാന്ത് സുമൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്തു. റെയ്ഡ് ചെയ്യാനുള്ള കാരണം നേരത്തെ നടന്ന കൽക്കരി ഖനി വിതരണത്തിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടാണ്. അതിപ്പോൾ എങ്ങനെ പ്രശാന്ത് സുമൻ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് ആസൂത്രകൻ്റെ, ബീഹാറിൽ അദ്ദേഹം മത്സരിച്ച് തോറ്റു തുപ്പിയിട്ട കാര്യം നമുക്കറിയാം. അവിടെ നിന്നിപ്പം രാഷ്ട്രീയമെല്ലാം ഉപേക്ഷിച്ച് ഭാണ്ഡക്കെട്ടുമായിട്ട് നടക്കുകയാണ്. ഇപ്പോൾ കൽക്കട്ടയിൽ മമതാ ബാനർജിയുടെ പാർട്ടിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഉപദേഷ്ടകനായിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യണമെന്ന് അറിഞ്ഞെങ്കിൽ ഒരു സീറ്റെങ്കിലും കിട്ടിപ്പോയതിന് ഒരൊറ്റ സീറ്റ് പോലും കിട്ടാതെ വട്ടപൂജ്യമാണ് അദ്ദേഹത്തിൻ്റെ പരിതാപകരമായിട്ടുള്ള നല്ല ബീഹാർ ഇലക്ഷനിൽ. പക്ഷേ ഒരു മാന്യത കാണിച്ചു. രാഹുൽ ഗാന്ധിയെ പോലെ ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും മോദിയും കൂടെ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയാണെന്നൊന്നും പറഞ്ഞില്ല. അത്രയും ഒരു മാന്യതയും ഒരു സത്യസന്ധതയും അദ്ദേഹം കാണിച്ചു. ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഈ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളും പേപ്പറുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ED അങ്ങോട്ട് പോയത്. അത് ചോദ്യം ചെയ്യലിലൂടെ തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെയും അന്വേഷണം നടത്താമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോഴത്തേക്കും മമതാ ബാനർജി ഒരു കൊടുങ്കാറ്റ് പോലെ ഓടി അവിടുത്തെ EDയുടെ കയ്യിൽ നിന്ന് ഇത് മുഴുവൻ പിടിച്ചു മാറ്റി. ED ഒഫീഷ്യൽസ് എല്ലാം ആണുങ്ങളായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യുമ്പോൾ തിരിച്ചു പിടിച്ച് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് മാന്യതയ്ക്ക് ചേർന്നതല്ല. ഈ പറയുന്ന മാന്യതയൊന്നും മമതാ ബാനർജിക്ക് ഇല്ലെങ്കിലും ആ തിരിച്ചു പിടിച്ച് വാങ്ങിക്കാനൊന്നും അവർ പോയില്ല. അവർ ചെന്ന് നേരെ മാന്യമായിട്ട് ചെയ്യേണ്ടതുപോലെ ചെയ്തു. കോടതിയിൽ ചെന്ന് പരാതി കൊടുത്തു. ഞങ്ങളിവിടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അത് ഞങ്ങൾ അതിന് വേണ്ടിയിരുന്ന പേപ്പറുകൾ അവിടെ നിന്ന് പിടിച്ചെടുത്തപ്പോൾ ഉടനെ മമതാ ബാനർജി ചാടി വീഴുവന്ന് ഇതെല്ലാം തിരിച്ചെടുത്ത് വലിയ മിടുക്കാണെന്ന് അവർ കരുതിയിരിക്കുന്നത്. ED കോപ്പികൾ കോടതി തന്നെ അനുവദിച്ചു കൊടുക്കും. കാരണം ഇത് നിഷേധിക്കാനാവാത്ത സത്യങ്ങളാണ് ഈ തെളിവുകളായിട്ട് പേപ്പറുകളിലുള്ളത്. മമതാ ബാനർജി പറയുന്നത് തൻ്റെ പാർട്ടിയുടെ സ്ട്രാറ്റജികളും മറ്റു കാര്യങ്ങളും രഹസ്യമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാനത് പിടിച്ചു വാങ്ങി. എന്തായാലും മമതാ ബാനർജി പരിഭ്രാന്തിയായിരിക്കുന്നു. മമതാ ബാനർജിയുടെ സ്ട്രാറ്റജി എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തകർന്നു വീഴുന്ന ഒരു പാർട്ടിയാണോ? അപ്പോൾ അങ്ങനെ ആണോ തൃണമൂൽ കോൺഗ്രസ്? അങ്ങനല്ലല്ലോ പറഞ്ഞത്. തുമ്മിയാ തെറിക്കുന്ന മൂക്കാണോ തൃണമൂൽ കോൺഗ്രസ്? അപ്പോൾ രഹസ്യമായിട്ട് ഇനിയും ഭീകരവാദത്തിൻ്റെ വല്ല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇത്ര വെപ്രാളം പിടിക്കാൻ വേണ്ടിയിട്ട് ഭീകരവാദം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്ന് ഭീകരവാദികളെ ഇറക്കുമതി ചെയ്തുകൊണ്ട് ഇസ്ലാമിസ്റ്റുകളെയും റാഡിക്കൽസിനെയും ഇറക്കുമതി ചെയ്തുകൊണ്ട് തങ്ങളുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കണമെന്ന് വല്ലതുമാണോ? അതുണ്ടെങ്കിൽ നടക്കാൻ പോകുന്നില്ല. SIR പ്രസിദ്ധം ചെയ്തു കഴിഞ്ഞു. SIR എല്ലാവർക്കും പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. ആർക്ക് വേണമെങ്കിലും അതിൻ്റെ സൈറ്റിൽ കിട്ടും. അതാണ് വോട്ടർമാരുടെ ലിസ്റ്റ്. അതിനില്ലേ ആഡ് ചെയ്യുമ്പോൾ അതും വരും. അല്ല, മമതാ ബാനർജിക്ക് സ്വന്തമായിട്ട് റേഷൻ കാർഡും അതുപോലെ തന്നെ ആധാർ കാർഡും ഒക്കെ കൃത്രിമമായിട്ട് ചമയ്ക്കുന്ന ഫാക്ടറികൾ നിരവധി ഉണ്ട് കൽക്കട്ടയിലും പരിസര പ്രദേശങ്ങളിലും.
അതിലൂടെ ഈ പൗരന്മാരെ ഇന്ത്യയുടെ വോട്ടർമാരായിട്ട് മാറ്റാൻ പറ്റില്ല. പൗരന്മാരാക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ വോട്ടർമാരാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊന്നും ഇനിയും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇവരുടെ ആസൂത്രണങ്ങൾ മറ്റെന്തൊക്കെയോ ആണ്. ആ ആസൂത്രണങ്ങൾ കണ്ടെത്തുമെന്നുള്ളൊരു പേടിയിലാണ് ഈ മണി ലോണ്ടറിങ് കേസിൽ അന്വേഷണത്തിനായി എത്തിയ ഇഡിക്ക് നേരെ ഒരു പുലിയെപ്പോലെ കയർത്തുകൊണ്ടും ഗർജിച്ചുകൊണ്ടും അവർ പേപ്പറുകൾ പിടിച്ചു മാറ്റിയത്. ഇവിടെ ജെയിൻ ഹൗസ് ലണ്ടൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന, ലണ്ടൻ അല്ല, ലണ്ടൻ സ്ട്രീറ്റ്, കൽക്കട്ടയിലുള്ള ഒരു സ്ട്രീറ്റാണ്. പോലീസിൻ്റെ എസ്കോർട്ടുമായിട്ടാണ് പോയത്. ഒറ്റയ്ക്കല്ല പോയത്, പോലീസ് എസ്കോർട്ടോട് കൂടിയാണ് ചെന്നത്. അപ്പോൾ പോലീസിനെ കൊണ്ട് വാസ്തവത്തിൽ ഇഡിയെ നേരിടുക അവരുടെ ഒരു നയമാണ്. CBIയെ നേരിടാൻ പോലീസ്, അതുപോലെ തന്നെ BJPക്കാരെ നേരിടാൻ വേണ്ടിയിട്ട് അവിടെ ഇസ്ലാമിസ്റ്റ് ഫണ്ടമെൻ്റലിസ്റ്റുകൾ. ഇതാണ് അവർ ചെയ്തുകൊണ്ട് വരുന്ന കാര്യങ്ങൾ. കോടതിയുടെ ഉത്തരവുകളെ പോലും അവർ അനുസരിക്കാതിരിക്കുന്നു. എന്നിട്ടാണ് ഈ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നും പറഞ്ഞ് ഇവരെ കപട മുദ്രാവാക്യങ്ങളുമായിട്ട് തെരുവീതികളിൽ ഇറങ്ങി ആളുകളെ പറ്റിച്ചുകൊണ്ട് നടക്കുന്നത്. ഇപ്പം എന്തായാലും ആടി ഉലയുന്നു, അവരുടെ ആരൂഢം തന്നെ തകർന്നു പോകുന്ന ഒരു ലക്ഷണം വന്നപ്പോഴാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ മാന്യമായിട്ട് ഇതാ ഞങ്ങളുടെ ED വന്ന് ഞങ്ങളുടെ പേപ്പറുകൾ എടുത്തുകൊണ്ട് പോയി എന്ന് മാത്രം പറഞ്ഞാൽ പോരെ. ഒരു പത്രസമ്മേളനം നടത്തിയാലും അതിന് നല്ല പബ്ലിസിറ്റി കിട്ടുകയും ഒരു ഇരവാദം നടത്തിക്കൊണ്ട് അവർക്ക് വലിയൊരു മൈലേജ് കിട്ടുകയും ചെയ്യുമായിരുന്നു. ഇതല്ല, ഇതിപ്പോൾ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അവരാ കുഴപ്പത്തിലാകും എന്നുള്ളതുകൊണ്ട് ഒരുപക്ഷെ അഴിക്കുള്ളിൽ പോയി കിടക്കേണ്ടി വരുമെന്നുള്ള ഒരു പേടിയും ഭീതിയും കൊണ്ട് ചെയ്തൊരു കാര്യമായിട്ടേ നമുക്കിത് കണക്കാക്കാൻ പറ്റും. ജയിക്കാൻ വേണ്ടി എന്തു തന്ത്രവും കുതന്ത്രവും കാണിക്കുന്ന അവരാണെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ തെളിയിച്ചു. സുവേന്ദു അധികാരി ജയിക്കുമെന്നറിഞ്ഞപ്പോൾ അവിടെ പോയി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചുകൊണ്ട് അവരുടെ കാലയിൽ ഒരു പ്ലാസ്റ്റർ ചുമ്മാതെ വെറുതെ കള്ളത്തരത്തിൻ്റെ പേരിൽ ഇട്ടുകൊണ്ട് അവിടെ പോയിട്ട് സിമ്പതി കിട്ടാൻ വേണ്ടി അവിടെ കാലും ഇങ്ങനെ നീട്ടിവെച്ചുകൊണ്ട് പോളിംഗ് ബൂത്തിൻ്റെ വെളിയിലിരിക്കുന്ന നാണംകെട്ട പരിപാടി കാണിച്ച ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്ത് തേർഡ് റേറ്റ് മൂന്നാം കിട രാഷ്ട്രീയക്കാരി അവർ. അതിനപ്പുറത്തൊന്നുമല്ല. ഈ നാടകങ്ങൾ കാണിക്കുമ്പോൾ വാർത്തയാവും, അതുകൊണ്ട് പത്രങ്ങൾ ഈ ഹെഡ്ലൈൻ വരും, ഫോട്ടോയും വരും. അങ്ങനത്തെ ഒരു നേരെ ചൊവ്വേ രാഷ്ട്രീയം കളിക്കാത്ത, രാഷ്ട്രീയം കളിക്കുമ്പോൾ രാഷ്ട്രീയം കളിക്കണം, രാഷ്ട്രീയം പറയുമ്പോൾ അത് പറയണം, രാഷ്ട്രീയമായിട്ട് വേണം. അല്ല ഈ കപട നാടകങ്ങൾ ഹിസ്ട്രിയോണിക്സും ഒക്കെ കാണിച്ചുകൊണ്ടല്ല ഇത് വേണ്ടത്. ഇതെന്താ സീരിയലല്ല, ഇത് രാഷ്ട്രീയമാണ്. യഥാർത്ഥമായിട്ടുള്ള ജനങ്ങളുടെ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വേദിയാണ്, തിയേറ്ററാണ്. അവിടെയാണ് ഈ കൂത്തുകൾ, പേക്കൂത്തുകളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപിൻ്റെ സ്വഭാവം, ട്രംപ് ഇങ്ങനെ എന്നെ സന്തുഷ്ടനാക്കണം, എന്നെ എല്ലാവരും സന്തുഷ്ടനാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇയാളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് അമേരിക്ക എന്ന് തോന്നുന്നു. അതിനാണ് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടതെന്ന് തോന്നുന്നു. ഇയാളുടെ സന്തുഷ്ടിക്ക്, അമേരിക്കയുടെ സന്തുഷ്ടിക്ക് വേണ്ടിയാണ് അവർ ജയിപ്പിച്ചു വിട്ടത്. അല്ല, ഈ ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സന്തുഷ്ടിക്ക് വേണ്ടിയാണ്. എന്ത് മണ്ടത്തരവും പങ്കത്തരവും ഈ പറയുന്നത്. ഒരു മാന്യത വേണ്ട പറയുന്ന കാര്യങ്ങൾക്ക്, ഒരു മര്യാദ വേണ്ടേ, അതിനൊരു ലോജിക്ക് വേണ്ട, യുക്തിഭദ്രത വേണ്ടേ. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് പോലെ മമതാ ബാനർജി നാളെ ചോദ്യം ചെയ്യപ്പെടും അധികാരത്തിൽ. ഇനി അവർക്ക് തുടരാമെന്നുള്ള വല്ല ഗ്യാരൻറ്റിയൊന്നുമില്ല. എന്തായാലും കൽക്കട്ട ഹൈക്കോടതിയിലിപ്പോൾ കോടതിയിലിപ്പോൾ അവർ ഹർജി കൊടുത്തിരിക്കുകയാണ് ED. അപ്പോൾ അതിൻ്റെ വിധി എന്തായി തീരുമെന്ന് നമുക്കറിയാം. വോക്ക്ഡ് അവേ വിത്ത് ദി TMC's ഇൻറ്റേർണൽ സ്ട്രാറ്റജി ഡോക്യുമെൻറ്റ്സ്. അവരുടെ ആഭ്യന്തരമായിട്ടുള്ള സ്ട്രാറ്റജിയുടെ, അതായത് രഹസ്യ അടവ് നയങ്ങളുമായിട്ടാണ് ED പോയതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ രഹസ്യ നയങ്ങൾ എന്തിനാ പരസ്യമായിട്ട് അവിടെ കൊണ്ട് വെച്ചത്? അവരുടെ പബ്ലിക്കായിട്ടുള്ളൊരു ഓഫീസിൽ ഇതെന്തിനാണ് കൊണ്ട് വെച്ചത്? ബാങ്ക് ലോക്കറിലെങ്ങാനും എടുത്ത് വെച്ചുകൂടായിരുന്നോ? ഇതാണ് ചോദ്യം. അവിടെ വെച്ചാൽ അവിടെ ചെയ്യുമെന്നുള്ള അറിയാമല്ലോ, കാരണം അതിൻ്റെ കൂടുതൽ തെളിവുകൾ അവിടെ ഉണ്ട്. അപ്പോൾ എടുത്തുകൊണ്ട് പോകും. അതോ ഇനിയും കൽക്കരി കനലത്തിൽ അഴിമതി നടത്തുക എന്നുള്ളതും അവരുടെ ആഭ്യന്തരമായിട്ടുള്ളൊരു സ്ട്രാറ്റജി ആയിരുന്നു. അതിൻ്റെ പണം കൂടി തെരഞ്ഞെടുപ്പിൽ വിനിയോഗിക്കാനുള്ള സ്ട്രാറ്റജിയാണോ? അത് പൊളിയുമെന്ന് അറിഞ്ഞപ്പോഴാണോ ഇവർ ഭ്രാന്തമായിട്ട് അവിടെ ഓടിച്ചെന്നത്, പട്ടുപിടിച്ചതുപോലെ? എന്തൊരു നമ്മുടെ രാഷ്ട്രീയം ഒന്നാമതേ ജീർണിച്ച ഈ രാഷ്ട്രീയത്തെ വീണ്ടും ജീർണമാക്കി തരിക്കുകയല്ലേ ഇത് ചെയ്യുന്നത്. സ്വതേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറയുന്ന പോലെ ഒരു സ്ഥിതിയല്ലേ ഇതുണ്ടാക്കുന്നത്. നാണക്കേടല്ലേ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ ഈ സ്ത്രീ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.